അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പരിസ്ഥിതി ദിന ക്വിസ് മത്സരം നാളെയാണല്ലേ നടക്കാൻ പോകുന്നത്. ജൂൺ 5. അതെ, നാളെ പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നന്നായിട്ട് ഈ ഒരു വീഡിയോ മാത്രം കണ്ടുപിടിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നാളത്തെ ക്വിസ് മത്സരത്തിന് ഉറപ്പായിട്ടും മസ്റ്റ് അടിക്കാവുന്നതാണ്. കാരണം ഒരുപാട് ബുക്കുകളിൽ റെഫറൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യോത്തരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ 60 ചോദ്യോത്തരങ്ങളിൽ നിന്ന് നാളെ നിങ്ങളുടെ ക്വിസ് മത്സരത്തിന് ഉറപ്പായും ചോദ്യോത്തരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് വിലപ്പെട്ടത്. ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഒന്നാമത്തെ വിദ്യാർത്ഥി അമിത്രഗത കെ ലിനോ, രണ്ടാമത്തെ വിദ്യാർത്ഥി വൃശ്ചിക വിനോദ്, മൂന്നാമത് ഡിയ ദിനേശ്, നാലാമത് ഇഷാൻ ബൈജു, അഞ്ചാമത് ത്രിഷ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനായിട്ട് എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്യുക. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 5. വീഡിയോ പോസ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഉത്തരം അറിയിക്കാൻ ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ ചോദ്യം: 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക സന്ദേശം എന്താണ്? ഉത്തരം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. മൂന്നാമത്തെ ചോദ്യം: 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഉത്തരം അസർബൈജാൻ. 2025 പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ഉത്തരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്ന്? ഉത്തരം 1973 കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് 1974 എന്നാണ്. പല വീഡിയോകളിലും പല ബുക്കുകളിലും പല ഉത്തരമാണ് ഈ ഒരു ചോദ്യത്തിനുള്ളത്. അപ്പോൾ ക്വിസ് മത്സരങ്ങളിൽ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കൂട്ടുകാർ എഴുതേണ്ട ഉത്തരം 1973 എന്നുള്ളതാണ്. ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും 1973 പല വെബ്സൈറ്റുകളിലായിട്ടും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഉത്തരം 1973 ആയതുകൊണ്ട് ക്വിസ് മത്സരത്തിന് ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഉത്തരം എഴുതിയാൽ മതിയാകും. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ജൂൺ 5 പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന UN പരിസ്ഥിതി സമ്മേളനത്തിലാണ് ഇതിനായുള്ള പ്രമേയം പാസാക്കിയത്. ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു ആദ്യത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം. കേരളത്തിലെ നിത്യഹരിത വനങ്ങളെ സംരക്ഷിക്കാൻ നടന്ന പ്രക്ഷോഭം അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം സൈലന്റ് വാലി മൂവ്മെന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഏത്? ഉത്തരം തെന്മല. എന്നാൽ ചിപ്കോ മൂവ്മെന്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം? ഉത്തരം വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം? ഉത്തരം സിക്കിം. രാജേന്ദ്ര സിംഗ് സ്ഥാപിച്ച തരുൺ ഭാരത് സംഘം എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം ജല സംരക്ഷണം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം MS സ്വാമിനാഥൻ. കാസിരംഗ നാഷണൽ പാർക്ക് പ്രശസ്തമായത്? ഉത്തരം കാണ്ട മൃഗ സംരക്ഷണം. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കൊൽക്കത്തയിൽ
പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം എന്നാണ്? ഉത്തരം 1986. കാസർഗോഡിലെ പരമ്പരാഗത ജലസംരക്ഷണ രീതി അറിയപ്പെടുന്ന പേര് എന്ത്? ഉത്തരം സുരംഗം. കേരളത്തിലെ കണ്ടൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. കണ്ടൽ കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഈ പേര് വന്നത്. പ്ലാച്ചിമട സമരം ഏത് കമ്പനിക്കെതിരെയായിരുന്നു? ഉത്തരം കൊക്കക്കോള. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് മൃഗത്തിന്റെ പുനരധിവാസ കേന്ദ്രമാണ്? ഉത്തരം സ്റ്റാർ ടോർട്ടോയിസ്. ശാസ്താംകോട്ട ശുദ്ധജല തടാകം ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലം ജില്ലയിൽ. തട്ടേക്കാട് പക്ഷി സങ്കേതം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ സാലിം അലിയുടെ പേരിൽ. കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏത്? ഉത്തരം ആന. സുഗതകുമാരി ലീഡിംഗ് ഫിഗർ ആയിരുന്ന പരിസ്ഥിതി പ്രക്ഷോഭം ഏത്? ഉത്തരം സൈലന്റ് വാലി മൂവ്മെന്റ്. ഏലൂർ എടയാർ വ്യവസായ മലിനീകരണം മൂലം ഭീഷണി നേരിടുന്ന നദി അറിയപ്പെടുന്ന പേര്? ഉത്തരം പെരിയാർ. ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജേന്ദ്ര സിംഗ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രൊഡ്യൂസർ സംസ്ഥാനം അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം രാജസ്ഥാൻ. 2025 ലോക പരിസ്ഥിതി ദിന ആചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ദക്ഷിണ കൊറിയ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം നമ്മുടെ നാട് നമ്മുടെ ഭാവി. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച എന്നിവയുടെ പ്രതിരോധം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഉത്തരം സൗദി അറേബ്യ. ലോക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റേച്ചൽ കഴ്സൺ. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം യൂജിൻ പി ഓഡം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പ്രൊഫസർ രാംദേവ് മിശ്ര. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയായ സുവോളജിക്കൽ ക്ലബ്ബ് 1972 സ്ഥാപിച്ചത് ആര്? ഉത്തരം ജോൺ സി ജേക്കബ്. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ വച്ച്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1952.
സംരക്ഷിത ജൈവമണ്ഡലം പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത് ജൈവമണ്ഡലം ഏതാണ്? ഉത്തരം അഗസ്ത്യമല. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ശാസ്താംകോട്ട തടാകം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാലക്കാട്. സൈലന്റ് വാലിയിലെ പ്രധാന ആകർഷണമായ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏത്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം മംഗളവനം വന്യജീവി സങ്കേതം. നീലക്കുറിഞ്ഞി എത്ര വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്? ഉത്തരം 12 വർഷം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? ഉത്തരം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം 1986 സ്ഥാപിതമായ നീലഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഭവാനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം 3 നദികൾ: ഭവാനി, പമ്പാർ, കബനി. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 44. ലോക ജലദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മാർച്ച് 22. ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനായി മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം എന്ന്? ഉത്തരം 1987. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഭൂമിക്ക് മുകളിലുള്ള ഓസോൺ പാളി സൂര്യനിൽ നിന്ന് വരുന്ന ഏത് ഹാനികരമായ കിരണങ്ങളെയാണ് തടയുന്നത്? ഉത്തരം അൾട്രാവയലറ്റ് രശ്മികളെ. പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? ഉത്തരം വങ്കാരി മാതായി. ലോകത്താകെ എത്ര ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്? ഉത്തരം 36. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഉത്തരം നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏകദേശം 78% നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? ഉത്തരം ഏകദേശം 21%. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം എന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനമായിട്ട് വരുന്നത്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്ത് വെക്കാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതിലും മികച്ച വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.